ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10th ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ്, ആ ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്. ഇതെന്താണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. Have you ever felt the vibration of the table when a mixie kept on the table works? അതായത് നമ്മൾ വീട്ടില് മിക്സി ഒക്കെ ടേബിളിന്റെ പുറത്ത് വെച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ടേബിളിന് വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? യെസ്, അതായത് മിക്സി തന്നെ എന്താണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടാണ് അല്ലെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു ടേബിൾ മേലും കൂടിയാണെങ്കിൽ ടേബിളിനും എന്ത് കിട്ടും? ആ ചെറിയൊരു വൈബ്രേഷൻ കിട്ടും അല്ലെ. Excite a tuning fork and listen to it. What is the change in the sound heard when the stem of the excited tuning fork is pressed on the table? അതായത് ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലെ. ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് മുട്ടുക. എവിടെയെങ്കിലും ഒന്ന് മുട്ടിയതിന് ശേഷം ചെവിന്റെ അടുത്ത് വെച്ചിട്ട് അതിന്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാനാ പറയുന്നത്. എങ്ങനെയായിരിക്കും സൗണ്ട് ഉണ്ടാവുക? ഇങ്ങനെ ഒരു മൂളലായിരിക്കും അല്ലെ. ഇനി ഈ എക്സൈറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് ടേബിളിൽ ഒന്ന് വെച്ച് നോക്കിയാലോ, അതിന്റെ സ്റ്റെം ഒന്ന് ടേബിളിൽ വെച്ച് നോക്കിയാല് സൗണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് ലൗഡായിട്ട് കേൾക്കാനായിട്ട് പറ്റും അല്ലെ. അതെ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ സൗണ്ട് ബീങ് ലൗഡർ? അതെന്തായിരിക്കും ഇതിന്റെ റീസൺ എന്നാണ് ചോദിക്കുന്നത്. എന്തിന്റെ റീസൺ? അതായത് എക്സൈറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ ഈ സ്റ്റെമ്മ് ഇങ്ങനെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാല് സൗണ്ട് ലൗഡർ ആയിട്ട് കേൾക്കുന്നതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. In this case, the sound becomes louder because the table also vibrated along with the tuning fork. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, മിക്സി ടേബിളിൽ വെച്ചപ്പോ ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ മേൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടേബിളും വൈബ്രേറ്റ് ചെയ്യും അല്ലെ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ സൗണ്ട് കുറച്ചുകൂടി ലൗഡർ ആയിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു മഞ്ഞ ബോക്സ് കണ്ടോ? ഈ ബോക്സ് നോക്ക്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഈ രണ്ട് മിക്സിന്റെയും ട്യൂണിംഗ് ഫോർക്കിന്റെയോ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് നോക്ക് മിക്സി അല്ലെ. മിക്സിന്റെ എങ്ങനെയാ സംഭവിക്കുന്നത്? മിക്സി ഓൺ ആക്കിയപ്പോ വൈബ്രേറ്റ് ചെയ്തതിന് ശേഷം എന്താ ഇത് ടേബിളിലേക്ക് ആ വൈബ്രേഷൻ കൊടുത്ത് അല്ലെ. ടേബിളിൽ, അതായത് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സി ആർക്ക് വൈബ്രേഷൻ കൊടുത്ത്? ടേബിളിന് വൈബ്രേഷൻ കൊടുത്ത്. അതായത് മിക്സീനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ആരും കൂടി വൈബ്രേറ്റ് ചെയ്ത്? ടേബിളും കൂടി വൈബ്രേറ്റ് ചെയ്ത് അല്ലെ. ഇല്ലാണ്ട് ടേബിള് താനേ വൈബ്രേറ്റ് ചെയ്തതാണോ? അല്ല. ആര് കാരണമാണ് ടേബിൾ വൈബ്രേറ്റ് ചെയ്തത്? മിക്സി കാരണമാണ് അല്ലെ വൈബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. അതായത് വെറുതെ നിൽക്കുന്ന ഒരു ടേബിളിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് എങ്ങനെയാ? എക്സ്റ്റേണൽ, പുറത്തുനിന്നുള്ള വേറെ ഒരാളെ കൊണ്ടാണ് അല്ലെ. മിക്സീനെ കൊണ്ടാണ് നമ്മൾ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിച്ചു നോക്ക്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്ട്. എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ഇൻഡ്യൂസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജെക്ട്. മനസ്സിലായില്ലേ? അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്താ? ഇപ്പൊ രണ്ട് വസ്തുക്കൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് വെറുതെ നിൽക്കുന്ന, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇയാള് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇയാള് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇയാളെ വൈബ്രേഷൻ കൊണ്ട് ഇയാള് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇയാളെ വൈബ്രേഷൻ കൊണ്ട് ഇയാള് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം.
അതെന്താ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാൻ കാരണം? ഈ ഒരു സംഭവത്തിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വേറൊരാളെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചത് അല്ലെ. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. ഈ മഞ്ഞ ബോക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, വേഗം തന്നെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ ഇത്, ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്ക്, ഒരു ഫിഗർ ഒബ്സർവ് ചെയ്യാനാ പറഞ്ഞത്. ഏത് ഫിഗർ? 1.5 എന്നുള്ള ഫിഗർ ഒബ്സർവ് ചെയ്യാൻ. Try the activities given below using the devices in which two sets of three identical hacksaw blades, each of length about 13 centimeter and 17 centimeter, are fixed between two wooden blocks. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് വുഡൻ ബ്ലോക്ക് ഉണ്ട്. ഒരു വുഡൻ ബ്ലോക്ക് ഇതും, ഒന്ന് ഇതിന്റെ ബേക്കിലായിട്ടുള്ള, ഒന്ന് ഇവിടെയോട്ടോ ഇതും, ഒന്ന് ഈ പെൻസിലിന്റെ നിബ് കൊള്ളുന്ന ഭാഗം ഒരു വുഡൻ ബ്ലോക്ക്, ഇത് മറ്റൊരു വുഡൻ ബ്ലോക്ക്. ഇങ്ങനെ രണ്ട് വുഡൻ ബ്ലോക്കിന്റെ ഇടയിൽ കുറച്ച് ഹാക്സോ ബ്ലേഡ് കുത്തിവെച്ചിട്ടുണ്ട്. ഹാക്സോ ബ്ലേഡ് എന്നാന്നറിയാമോ? നമ്മളെ ഇങ്ങനെ പല്ലുള്ള ഒരു കത്തിയില്ലേ, കത്തിയല്ല, മറ്റേ ആശാരിമാരല്ലോ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമില്ലേ, ഒരു ബ്ലേഡ് ഇല്ലേ, അതാണ് ഹാക്സോ ബ്ലേഡ് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്തിട്ടുണ്ട്? അതിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്, ബി ഡി എഫ് ഇതിനൊക്കെ ഒരേ ഹൈറ്റ് ആണ്. ബി ഡി എഫിന്റെ ഹൈറ്റ് 17 സെന്റിമീറ്റർ. എ സി ഇ ഒരേ ഹൈറ്റ് അല്ലേ? ഈ നീളകൾക്കെല്ലാം ഒരേ ഹൈറ്റാ. ഒരിക്കൊക്കെ 13 സെന്റിമീറ്ററും റെഡിനൊക്കെ 17 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പൊ ഇങ്ങനെ ഹാക്സോ ബ്ലേഡ് കുത്തിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Excite the hacksaw blade A by tapping with your finger. What do you observe? എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ എ എന്ന് പറഞ്ഞ ബ്ലേഡിനെ നമ്മളുടെ ഫിംഗർ യൂസ് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്യാനാ പറഞ്ഞത്. ടാപ്പ് ചെയ്തപ്പോ നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യാ? ടാപ്പ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാം വൈബ്രേറ്റ് ചെയ്യും. ബി സി ഡി ഇ എഫ് എ, ഇത് എല്ലാ ഹാക്സോ ബ്ലേഡും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. എ മാത്രമാണോ വൈബ്രേറ്റ് ചെയ്യുക? അല്ല, എല്ലാ ഹാക്സോ ബ്ലേഡും വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓൾ ബ്ലേഡ്സ് വൈബ്രേറ്റ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ആർ ഓൾ ദ ബ്ലേഡ്സ് വൈബ്രേറ്റിംഗ് വിത്ത് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്? എന്താ ക്വസ്റ്റ്യൻ? എല്ലാ ബ്ലേഡും ഒരേ ആംപ്ലിറ്റ്യൂഡിലാണോ വൈബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആംപ്ലിറ്റ്യൂഡ് എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പഠിച്ചാണല്ലോ. എന്തായിരുന്നു? ഒരു മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. എന്തായിരുന്നു? ഒരു മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയായിരുന്നു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എ ബി സി ഡി ഇ എഫ് എല്ലാത്തിനും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആയിരിക്കോ? അല്ല. ഇതിന്റെ ആൻസർ എന്താ? നോ ആണ്. ഒരേ ആംപ്ലിറ്റ്യൂഡ്, സോറി ഇതിന്റെ അല്ല, ഇതിന്റെ ആൻസർ നോ ആണ്. നോ. ഇനി വിച്ച് ഓഫ് ദം വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? ഇതില് എനെ എക്സൈറ്റ് ചെയ്തപ്പോ ഏതൊക്കെയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുക? ഏതൊക്കെയായിരിക്കും? എയും സിയും ഇയുമായിരിക്കും. എയും സിയും ഇ ആയിരിക്കും. അതെന്താ എയും സിയും ഇയും ഒരേപോലെ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യാൻ കാരണം? എന്താ? എയും സിയും ഇയും ഒരേ സാധനം തന്നെയാണ് അല്ലെ. സെയിം നീളത്തിലും വലുപ്പത്തിലും ഒക്കെ ഉള്ള ഹാക്സോ ബ്ലേഡ് ആണ്. അപ്പൊ ഇവരെ ആംപ്ലിറ്റ്യൂഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. എ സി ഇന്റെ ഒരേപോലെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ഒരേപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുക. ഒരേ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ സി ഇന് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഓൾ ദ ബ്ലേഡ്സ് ഹാവ് സ്റ്റോപ്ഡ് വൈബ്രേറ്റിംഗ്, എക്സൈറ്റ് ബി ആൻഡ് റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി. അതായത് നമ്മൾ ആദ്യം ഏനല്ലേ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച്, ഇനി ഏനെയും എല്ലാത്തിനെയും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഒന്നും എന്ത് ചെയ്യുന്നില്ല? വൈബ്രേറ്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് ഈ ബി എന്ന് പറയുന്ന ആളെ ഒന്ന് ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്ത്, അപ്പൊ എന്ത് സംഭവിക്കും? ബി വൈബ്രേറ്റ് ചെയ്യും, പിന്നെ ഇത് എല്ലാം വൈബ്രേറ്റ് ചെയ്യും. പക്ഷെങ്കിൽ ബി വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആരൊക്കെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഏതൊക്കെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? ബിയും ഡിയും എഫും ആയിരിക്കും അല്ലെ. ഏതൊക്കെയാ?
ബിയും ഡിയും എഫും ആയിരിക്കും ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുക. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആർക്കായിരിക്കും? ബിനും ഡിനും എഫിനും ആയിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡും വരുന്നുണ്ടാവുക അല്ലെ. ഇത് ക്ലിയർ ആയിട്ടില്ലേ? നെക്സ്റ്റ്, വെൻ ബ്ലേഡ് എ വൈബ്രേറ്റ്സ്, വൈ വുഡ് ദ ഹാക്സോ ബ്ലേഡ് സി ആൻഡ് ഇ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്? അതെന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ആ, ഈ എ എന്ന് പറയുന്നതിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ. നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്ന്. അപ്പോൾ എ എന്ന് പറയുന്നതിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും, സി എന്ന് പറയുന്നതിനും ഉണ്ടാവും, ഇ എന്ന് പറയുന്നതിനും ഉണ്ടാവും. അപ്പോൾ ഈ എ എന്ന് പറയുന്നതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി സിയും ഇയുമായിട്ട് എന്താണ്? ഈ എ എന്ന് പറയുന്നതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി സിയും ഇയും ആയിട്ട് എന്ത് ചെയ്യും? ഈക്വൽ ആവും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എയും സിയും ഇയും മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബിന്റെയും ഡിന്റെയും എഫിന്റെയും കേസ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഈ ഒരു മഞ്ഞ ബോക്സ് നോക്ക്. If the natural frequency of the forcing object and that of the forced object are equal, the objects are said to be in resonance. The objects undergoing resonance will vibrate with maximum amplitude. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ഇപ്പോ എ എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്, ബി എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. ഇപ്പൊ എ എന്ന് പറയുന്നതിന് എന്തായിരിക്കും? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് തന്നെ വൈബ്രേറ്റ് ചെയ്യാനാവുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇന്നേറ്റ് ഫ്രീക്വൻസി എന്നും കൂടി പറയായിരുന്നു അല്ലെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസിനെ. അപ്പോൾ ഈ എന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും പിന്നെ എന്താണ്, ഇതിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. ഇതിനെ ഇവിടെ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നതിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത്? ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്ത് അല്ലെ, ഫിംഗർ കൊണ്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ച്? ഇതിന്റെ രണ്ടിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയി. എന്ത് സംഭവിച്ചു? ഇതിന്റെയും എന്റെയും ബിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആയി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവര് റെസൊണേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? റെസൊണേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ റെസൊണേറ്റ് ചെയ്യുമ്പോൾ ഇവര് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലായോ? എന്താണ്? എ എന്ന് പറയുന്നതിനും ബി എന്ന് പറയുന്നതിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ആ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുമ്പോൾ ഇവരെന്ത് സംഭവിക്കും? റെസൊണേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. റെസൊണേറ്റ് ചെയ്യുമ്പോൾ ഈ എനും ബിനും എന്ത് മാക്സിമം ആയിരിക്കും? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഈ മഞ്ഞ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. സംഭവം ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണുള്ളൂ. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എന്താ, കുറച്ച് ഇംഗ്ലീഷിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഇല്ലാണ്ട് നമുക്ക് നിവർത്തിയില്ലാലോ. ഡെഫിനിഷൻ ഒക്കെ എക്സാമിന് എഴുതാൻ ചോദിക്കൂല. അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ്? ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സിംഗ് ഒബ്ജക്റ്റ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്, ഫോഴ്സിംഗ് ഒബ്ജക്റ്റും ഫോഴ്സ്ഡ് ഒബ്ജക്റ്റും ആർ ഈക്വൽ. എന്താ? രണ്ടിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുമ്പോൾ ദ ഒബ്ജക്ട്സ് ആർ സെഡ് ടു ബി ഇൻ റെസൊണൻസ്. ഒബ്ജക്റ്റ് എന്തിലായിരിക്കും ഉണ്ടാവുക? റെസൊണൻസിലായിരിക്കും ഉണ്ടാവുക. The objects undergoing resonance will vibrate with maximum amplitude. ഇങ്ങനെ റെസൊണൻസിലേക്ക് പോയ വസ്തുക്കൾക്ക് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താന്നാ, നമ്മളുടെ പട്ടാളക്കാരില്ലേ, പട്ടാളക്കാര് തൂക്കുപാലം അതായത് തൂക്കുപാലം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. പട്ടാളക്കാര് ഒരേപോലെ മാർച്ച് ചെയ്തിട്ടല്ലേ പോവാ അല്ലെ, ഒരേപോലെ മാർച്ച് ചെയ്തിട്ടാണ് പോവാ. അപ്പൊ തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരോട് ഒരേപോലെ മാർച്ച് ചെയ്തിട്ട് പോവാണ്ട് നിൽക്കാനായിട്ട് പറയും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പട്ടാളക്കാര് ഒരേപോലെ മാർച്ച് ചെയ്യുമ്പോൾ പട്ടാളക്കാര് ഒരേപോലെ മാർച്ച് ചെയ്യുമ്പോൾ അതെന്താ, ഒരു റിതമിക് ആയിട്ടായിരിക്കും ഉണ്ടാവും അല്ലെ. ഒരേപോലെ മാർച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിതം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു റിതം കാരണം ഒരേ ഫ്രീക്വൻസി ആയി മാറി. ഈ പാലത്തിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവല്ലോ അല്ലെ,
പാലത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി, പാലത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും പട്ടാളക്കാരെ ഫുട് പ്രിന്റ്സ്, അതായത് കാലിങ്ങനെ വെക്കൂലേ, ബൂട്ട്സ് ഇല്ലേ, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആവുമ്പോൾ ഈ പാലം റെസണേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്താവും? ഈ പാലം റെസണേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ റെസണേറ്റ് ചെയ്ത് ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പാലം എന്ത് സംഭവിക്കും? ബ്രേക്ക് ആയിപ്പോവും. അതുകൊണ്ടാണ് പട്ടാളക്കാരോട് ഒരേപോലെ മാർച്ച് ചെയ്തിട്ട് തൂക്ക് പാലത്തിലൂടെ പോവാണ്ട് നിൽക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇമ്മേഴ്സ് ഇൻ വാട്ടർ എ PVC pipe of about 50 centimeter length and 4 centimeter diameter. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ PVC പൈപ്പ് ഇമ്മേഴ്സ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമ്മേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ? മുക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ, excite a tuning fork of frequency 512 Hz and hold it close to the mouth of the pipe. അപ്പൊ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു വെള്ളത്തിലേക്ക് PVC പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അത് എക്സൈറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ PVC പൈപ്പിന്റെ വായ ഭാഗത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. Next, vary the length of the air column inside the pipe by gradually raising both the tuning fork and the pipe. എന്താ പറഞ്ഞിട്ടുള്ളത്? എയർ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എയർ കോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ, വെള്ളത്തിൽ മുട്ടുന്ന വരെയുള്ള ഒരു പോയിന്റ് ഇല്ലേ, അതായത് വായുവിന് നിറയാനുള്ള സ്ഥലമില്ലേ, അതായത് മുട്ടുന്ന വരെ ഒരു പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് വരെ എന്ത് ചെയ്യാ? ഇങ്ങനെ ഇത് പൊക്കിയും താത്തിയും കളിക്കാനാണ് പറയുന്നത്. അതാണ് ബൈ ഗ്രാജുവലി റേസിംഗ് ബോത്ത് ദി ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് പൈപ്പ്. അതായത് ട്യൂണിംഗ് ഫോർക്കും പൈപ്പും ഇങ്ങനെ പൊക്കിയും താത്തിയും ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ don't you hear a louder sound at a particular stage? What could be the reason for this? Record in your science diary. എന്താ, ഇങ്ങനെ പൊക്കിയും താത്തിയും കളിക്കുമ്പോൾ സൗണ്ട് കൂടി വരുന്നതായിട്ട് കേൾക്കുന്നില്ലേ അല്ലെ? സൗണ്ട് കൂടി വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? യെസ്, ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ? എത്രയാ അതിന്റെ ഫ്രീക്വൻസി പറഞ്ഞിട്ടുള്ളത്? 512 Hz ആണ് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി. പിന്നെ എന്താ, ആ ട്യൂണിംഗ് ഫോർക്ക് ഈ എയർ കോളത്തിന്റെ അടുത്ത് വെക്കുമ്പോൾ ഈ എയർ ഒക്കെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യല്ലോ. അപ്പൊ അതിനും എന്ത് സംഭവിക്കും? ഒരു ഫ്രീക്വൻസി കിട്ടും അല്ലെ? അതിനൊരു ഫ്രീക്വൻസി കിട്ടും. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെയും ഈ എയർ കോളത്തിന്റെയും ഫ്രീക്വൻസി ഈക്വൽ ആവുമ്പോൾ, എന്താണ്, ഫ്രീക്വൻസീസ് ഈക്വൽ ആവുമ്പോൾ ഇത് എന്ത് സംഭവിക്കും? റെസൊണേറ്റ് ചെയ്യും അല്ലെ? എന്ത് ചെയ്യും? റെസൊണേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? മാക്സിമം ആംപ്ലിറ്റ്യൂഡില് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ എന്താ? സൗണ്ട് ലൗഡർ ആയിട്ട് തോന്നും അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? ഇതിന്റെ ഫ്രീക്വൻസിയും ഈ എയർ കോളത്തിന്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആകുന്ന സമയത്ത് അത് റെസൊണേറ്റ് ചെയ്യാൻ എങ്ങനെയാ? മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ റെസൊണേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കേൾക്കുന്ന സൗണ്ട് എന്തായിരിക്കും? ലൗഡർ സൗണ്ട് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും റെസൊണൻസിന്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. MRI സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. എന്തെന്നാ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും ആണ് MRI സ്കാനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റേഡിയോ ട്യൂണിങ്ങിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്.
പിന്നെ നമ്മളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഗിറ്റാറ്, വയലിന്, വീണ, ഹാർമോണിയം, മൃദംഗം, ഇതിലൊക്കെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്ക്, can't you hear even the faintest sound of the heartbeat when you listen to it using a stethoscope? അല്ലേ? നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു സ്റ്റെതസ്കോപ്പ് നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മളുടെ ഹാർട്ട് ബീറ്റും അങ്ങനെ ഉള്ളിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സൗണ്ട്സ് ഒക്കെ ഇതുവഴി കേൾക്കുന്നുണ്ട് അല്ലെ? അതെങ്ങനെയാ സംഭവിക്കുന്നത്? A stethoscope used to listen to even a feeble sound in the body utilizes forced vibration and resonance. മനസ്സിലായ എന്താണ്? നമ്മളുടെ ഈ സ്റ്റെതസ്കോപ്പ് ഇല്ലേ, ഈ സ്റ്റെതസ്കോപ്പിലൂടെ നമ്മളുടെ ഈവന്റെ കുഞ്ഞി സൗണ്ട് പോലും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? കുഞ്ഞി സൗണ്ട് പോലും കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കാനായിട്ട് കാരണം എന്താണ്? ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും. പിന്നെ നമ്മളുടെ മെഗാഫോണ്, ഹോൺസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ട്രംപറ്റ്സും നാദസ്വരവും ഒക്കെ എന്ത് യൂസാ? ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസിന്റെ യൂസാ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ റെസൊണൻസിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് എഴുതുന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ ഏതൊക്കെ എഴുതാ? MRI സ്കാനിങ് എഴുതാ. എന്താ എഴുതാ? MRI സ്കാനിങ് ഒരു ആപ്ലിക്കേഷൻ ആണ്. റേഡിയോ ട്യൂണിങ് ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെന്താ? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഗിറ്റാർ, വയലിന്, വീണ, ഹാർമോണിയം, മൃദംഗം, ഇതൊക്കെ എന്താ? ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ നമ്മളുടെ സ്റ്റെതസ്കോപ്പിലൂടെ കേൾക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ്. പിന്നെ നമ്മളുടെ മൃദംഗം, നാദസ്വരം, പിന്നെ ഹോണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇതൊക്കെ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. The frequency of a simple pendulum is 1 Hz. Frequency of a simple pendulum is 1 Hz. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടാ. എന്താ തന്നിട്ടുള്ളത്? ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് 1 Hz. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എഫ് അല്ലേ തന്നെ? അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എത്രയാ തന്നിട്ടുള്ളത്? 1 Hz ആണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഇറ്റ്സ് പീരീഡ്? എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? ടി അല്ലെ? ടൈം പീരീഡ് കാണാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിൽ. എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു 1/t അല്ലേ? അല്ലെ? നമുക്ക് എന്താ കണ്ടത്? ടി ആണ് കണ്ടത്. അപ്പൊ ടി കാണാൻ എന്ത് ചെയ്യണം? ടീന് ഇങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ? അപ്പൊ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/f എന്ന് വരൂലേ? ടി ഈസ് ഈക്വൽ ടു 1/f എന്ന് വരും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 1/f എത്രയാ? 1 അല്ലെ? 1/1 എത്രയാ? 1 സെക്കൻഡ്. ആൻസർ എത്ര കിട്ടിയത്? 1 സെക്കൻഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് മനസ്സിലായിട്ടില്ല? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡ് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? അതായത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കണം. ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? സമയം തന്നിട്ടുണ്ട് അല്ലെ? പെൻഡുലം ടേക്സ് 0.5 സെക്കൻഡും തന്നിട്ടുണ്ട്, ഓസിലേഷനും തന്നിട്ടുണ്ട്. എത്ര ഓസിലേഷൻ? 1 ഓസിലേഷൻ അല്ലെ? അപ്പോ എന്താ തന്നിട്ടുള്ളത്? ടൈം തന്നിട്ടുണ്ട്. ടൈം എത്ര തന്നിട്ടുള്ളത്? 0.5 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓസിലേഷന് OS എന്ന് എഴുതി. ഓസിലേഷൻ എത്ര തന്നിട്ടുള്ളത്? ഒരു ഓസിലേഷനും തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? ഫ്രീക്വൻസി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ടിയും ഓസിലേഷനും ഫ്രീക്വൻസിയും വരുന്ന ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതാണ് O is equal to F into T. എന്താ? O is equal to F into T. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ നിങ്ങളോട് ടി കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ പറയൂ എഫ് കണ്ടുപിടിക്കാൻ പറയും, ചിലപ്പോൾ പറയുന്നത് O കണ്ടുപിടിക്കാനായിട്ട് പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഓസിലേഷൻ കാണണമെങ്കിൽ ഫ്രീക്വൻസിനെയും ടൈമിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫ്രീക്വൻസിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യും? എഫിനാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യും? O ഡിവൈഡഡ് ബൈ ടി അല്ലെ, O ഡിവൈഡഡ് ബൈ ടി ചെയ്യും. ഇനി ടി ആണെങ്കിൽ എന്ത് ചെയ്യും? ടി എന്തായിരിക്കും? O ബൈ എഫ് ആയിരിക്കും. ടി ആണെങ്കിൽ എന്താ? O ബൈ എഫ് ആയിരിക്കും. അപ്പൊ ഈ 3 ഇക്വേഷൻ എന്ത് ചെയ്യാ? പഠിച്ചു വെച്ചോളൂ ട്ടാ. O ഈക്വൽ ടു എഫ് ഇൻറ്റു ടി പഠിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്തിട്ട് ബാക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ 3 ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ടി തന്നിട്ടുള്ളത് 0.5 ആണ്, ഓസിലേഷൻ തന്നിട്ടുള്ളത് 1 ആണ്, എഫ് ആണ് കാണേണ്ടത്. നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? O is equal to എഫ് ഇൻറ്റു ടി ആണ്. എന്താ കാണേണ്ടത്? എഫ് ആണ് കാണേണ്ടത് അല്ലെ. എഫ് കാണാൻ എന്ത് ചെയ്യുക? എഫ് ഇസ് ഈക്വൽ ടു O ബൈ ടി. ഓസിലേഷൻ എത്രയാ? ഓസിലേഷൻ എത്ര തന്നിട്ടുള്ളത്? 1 ആണ് തന്നിട്ടുള്ളത്. 1 ബൈ ടി എത്രയാ? ടി 0.5 ആണ് അല്ലെ, 0.5 ആണ്. അപ്പോ 1 ബൈ 0.5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു പോയിന്റ് വന്നില്ലേ, ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഡിവിഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. അപ്പൊ ഈ പോയിന്റിനെ ഒഴിവാക്കാനായിട്ട്, ഇവിടെ ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ താഴെ ഇൻറ്റു 10 എന്ന് ചെയ്ത്, അപ്പൊ താഴെ ചെയ്ത് കഴിഞ്ഞാൽ മേലെയും ചെയ്യണ്ടേ? ഇൻറ്റു 10 എന്ന് ചെയ്ത്, അപ്പൊ മേലെ എന്തായിട്ട് മാറും? 10 ഡിവൈഡഡ് ബൈ താഴെ എന്താവും? 5 അല്ലെ. 10 ബൈ 5 നമുക്ക് ചെയ്യാമല്ലോ. 10 ബൈ 5 എത്രയാ? 2 അല്ലെ, 2 ഹെർട്സ് എന്ന് വരും. ഇത് മനസ്സിലായിനാ? ഇതുപോലെ ഇനിയിപ്പോ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിക്കുക. അതായത് 10 ബൈ 0.02 ഇത് ചെയ്യാൻ വന്നേ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 100, 2 0 വരണ്ടേ. അപ്പൊ എങ്ങനെ വരും? ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 0.02 ഇൻറ്റു 100. അപ്പൊ മേലെ എന്ത് ചെയ്യണം? ഇൻറ്റു 100 കൊണ്ട് ചെയ്യാം. താഴെ എന്ത് ചെയ്യുന്നു അത് തന്നെ മേലെയും ചെയ്യണം കേട്ടോ. അപ്പൊ മേലെ എന്ത് വരൂ? 1000 വരും അല്ലെ. 3 0 ഡിവൈഡഡ് ബൈ ഇത് എന്ത് വരൂ? 2 വരും അല്ലെ. ഇത് ചെയ്യാലോ, സിമ്പിൾ അല്ലേ. ആൻസർ എത്ര വരിക? 500. ഇങ്ങനെയാണ് കേട്ടാ നമ്മള് പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ ഒക്കെ വരുമ്പോ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്യൂണിംഗ് ഫോക്ക് ഓഫ് ഫ്രീക്വൻസി 512 Hz is excited and its stem is pressed on a table. Does the table vibrate in this situation? What is this phenomenon known as? അല്ല, ഇത് നമ്മൾ ജസ്റ്റ് മുന്നേത്തെ സ്ലൈഡിൽ കണ്ടതാണ് അല്ലെ. ട്യൂണിംഗ് ഫോർക്ക് 512 ഹെർട്സിലെ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റെം അല്ലെ, ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റെം ടേബിളില് കുത്തിവെച്ച്, അപ്പൊ എന്ത് സംഭവിക്കും? ഈ ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ടേബിൾ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പേരേനും വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് വെച്ചപ്പോ ഇതും വൈബ്രേറ്റ് ചെയ്ത്, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെ. അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ഇവിടം വരെ എടുത്തതൊക്കെ നന്നായിട്ട് നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് എന്താ ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് നോക്കിയോക്ക്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.